വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഇസ്രായേൽക്കാർക്ക് കാനാൻ ദേശത്തെത്തുവാൻ ഏദോം വഴി പോകേണ്ടതുള്ളതുകൊണ്ട് മോശ ഏദോം രാജാവിനോട് അവരുടെ രാജ്യത്തിലൂടെ കടന്നു പോകാനുള്ള അനുമതി ചോദിച്ചു. ഏദോം രാജാവ് അനുമതി നിഷേധിച്ചുവെന്ന് മാത്രമല്ല, അവരുടെ സൈന്യത്തെ ഇസ്രായേൽക്കാരെ തടയാനായി നിയോഗിക്കുകയും ചെയ്തു. അതിനാൽ ഇസ്രായേൽക്കാർക്ക് അവിടുന്ന് തിരിച്ചു പോകേണ്ടി വന്നു. ഏദോം രാജ്യാതിർത്തിയിലുള്ള ഹോർമലയിൽ വെച്ച് കർത്താവ് മോശയോടും അഹ്റോനോടും അരുളി ചെയ്തു. അഹ്റോൻ തൻ്റെ പിതാക്കന്മാരോട് ചേരും. മെരീബ ജലാശയത്തിങ്കൽ വെച്ച് നിങ്ങൾ എൻ്റെ കൽപ്പന ധിക്കരിച്ചതുകൊണ്ട് ഇസ്രായേൽ ജനത്തിന് ഞാൻ നൽകുന്ന ദേശത്ത് അവൻ പ്രവേശിക്കുകയില്ല. അഹ്റോനെയും പുത്രൻ എലയാസറിനെയും ഹോർമലയിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക. അഹ്റോൻ്റെ വസ്ത്രമൂരി മകനായ എലയാസറിനെ ധരിപ്പിക്കുക. അഹ്റോൻ അവിടെ വെച്ച് തൻ്റെ പിതാക്കന്മാരോട് ചേരും. സംഖ്യാപുസ്തകം 20-ാം അധ്യായം 23 മുതൽ 26 വരെയുള്ള തിരുവചനങ്ങൾ. കർത്താവ് അരുളി ചെയ്തതുപോലെ അഹ്റോൻ ഹോർമലയിൽ വെച്ച് മരിച്ചു. മോശയും അഹ്റോൻ്റെ പുത്രനായ എലയാസറും മലയിൽ നിന്ന് ഇറങ്ങിപ്പോന്നു. ഇസ്രായേൽ സമൂഹം 30 ദിവസം അഹ്റോനു വേണ്ടി ദുഃഖാചരണം നടത്തി. ഏദോമിൽ പ്രവേശിക്കാതെ പോകേണ്ടതിനാൽ ഇസ്രായേൽക്കാർ അത്രയും വഴി വരുന്നുണ്ടെന്നറിഞ്ഞ് അവിടുത്തെ രാജാവ് സൈന്യത്തെ വിട്ട് ഇസ്രായേലിൽ പലരെയും തടവുകാരാക്കി. കർത്താവ് ഇടപെട്ടു. ഇസ്രായേൽക്കാർ അവരുടെ പട്ടണങ്ങൾ ആക്രമിച്ച് കീഴടക്കി. യാത്രാമധ്യേ വീണ്ടും അസ്വസ്ഥരായ ജനം മോശയ്ക്കും ദൈവത്തിനുമെതിരെ ദൂഷണം പറഞ്ഞു തുടങ്ങി. കോപിഷ്ഠനായ കർത്താവ് അവരുടെ ഇടയിലേക്ക് പാമ്പുകളെ അയച്ചു. വളരെ പേർ മരണമടഞ്ഞു. മോശ ജനങ്ങൾക്കു വേണ്ടി കരഞ്ഞപേക്ഷിച്ചപ്പോൾ കർത്താവ് മോശയോട് ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കാൻ കൽപ്പിച്ചു. സർപ്പദംശനമേറ്റവർ ആ പിച്ചള സർപ്പത്തെ നോക്കിയപ്പോൾ മരിച്ചില്ല. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ദാനങ്ങളും ഫലങ്ങളും നൽകി തീക്ഷ്ണത